ആമിന ഒരു ചായ. ഇത് കണ്ടോ 15 വയസ്സുള്ള ഒരു ചെറുക്കൻ തൂങ്ങി മരിച്ചെന്ന് കേൾക്കണേ. നമ്മളെ മോനങ്ങനെ ആയാലോ? അല്ല, എന്താ ഈ ലോകത്ത് നടക്കാൻ? നമ്മളെ മോനെന്തേ? ഓൻ സ്കൂൾക്ക് പോയിക്കുക, വരാനുള്ള സമയായി. ഇത് സ്കൂൾക്കൊക്കെ അല്ലേ അടുത്തന്നെ ബാഗൊക്കെ? ഇപ്പൊ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു, അപ്പൊ ആനുവൽ ഡേക്ക് ബാഗും ഇതൊന്നും വാങ്ങണ്ട. ഓരോ ദിവസം സ്കൂളിൽ ഇങ്ങനെ പരിപാടി പഠിത്തം നടക്കൂലല്ലോ. അമ്മ അങ്ങോട്ടൊന്ന് വരും. എന്നെ എപ്പോഴോടൊക്കെ പറഞ്ഞോ? എന്താ? ഞാൻ പിന്നെ പറഞ്ഞോണ്ട്. എന്താണ് പ്രശ്നം? ഓനക്ക് പുതിയ ഫോൺ വാങ്ങിത്തരേ. ഫോണോ? എനിക്കറിയാം നമ്മൾക്ക് കുറച്ച് ടൈറ്റിലാണെന്ന്. ഈ സമയത്ത് എങ്ങനെയാ നമുക്ക് ഫോൺ വാങ്ങി കൊടുക്കുക? അതൊന്നും പറ്റൂല. നമ്മളെ ആനുവൽ ഡേ സീനിയറിലെ അടിപൊളിയായി. വാട്സപ്പ് പറഞ്ഞിട്ടില്ലേ, കൊല്ലും എന്ന് പറഞ്ഞാ കൊല്ലും. എടാ ഒന്ന് കാണണല്ലെന്നാ. എടാ ഓല് കൊല്ലുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഓരിങ്ങോട്ട് വരട്ടെ, അവള് കയപ്പാ തീർത്തു കൊടുക്കാം. നമ്മളെ മോനെന്തേ? ഓ മോളില. എടാ ഷാബാസേ, എന്തപ്പാ? ഒരു നല്ല ഫോണിന് ഇപ്പൊ എത്രയാവും? നല്ല ഫോണിന് ഒരു 55,000 60,000 ആവും. നമ്മളെ കൊണ്ട് കഴിയോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ വാങ്ങിത്തരാം. എന്താണ് വിളിച്ചേക്കാം? എടാ ഷാബാസേ, ഷാബാസേ, ഇപ്പാസേ എന്താണ് ഇതിന്റെ കുടിയാൻ കാട്ടി? ഓനോട് കുറച്ച് കുട്ടികളെ കാട്ടിയതാ. വാ കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എടാ ഓനക്ക് എന്തെങ്കിലും പറ്റൂടാ? ഇല്ലപ്പാ, ഓനക്കൊന്നും പറ്റൂല. അത് ഡോക്ടർ നോക്കിക്കോളും. ഡോക്ടറെ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? നിങ്ങളെ കുട്ടിന്റെ തലയില് നല്ല ആഴത്തില് മുറിവുണ്ട്. ഞങ്ങക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഫ്ലാഷ് ബാക്ക്. നിങ്ങക്ക് ആൺകുട്ടിയാണ് ജനിച്ചിരിക്കണത്. എടാ ഷഹബാസ് നമ്മളെ വിട്ടുപോയോ? ഇപ്പൊ സാരല്ല. ഷഹബാസേ, എടി ആമിന, ഷഹബാസേ ഇത് ഇങ്ങോട്ട് പോയാ മതി. മണ്ണിൽ തീരാ കനവെല്ലാം മൂടുന്നേ. ഇത് ഒരു കഥയല്ല, നമ്മുടെ ഇടയിൽ തന്നെ നടന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു നിമിഷത്തെ കോപം, ഒരു തെറ്റായ തീരുമാനം ഒടുവിൽ മാറ്റിയത് ഒരു കുട്ടിയുടെ മുഴുവൻ ജീവിതമായിരുന്നു. അടിച്ച കൈകൾക്ക് തിരികെ പോകാൻ കഴിയില്ല, പറഞ്ഞ വാക്കുകൾക്ക് മാഞ്ഞു പോകാൻ കഴിയില്ല, പോയ ജീവൻ ഒരിക്കലും മടങ്ങി വരില്ല. സുഹൃത്തുക്കളെ,
ധൈര്യം എന്നത് ഹിംസയിലല്ല, പിന്മാറാൻ അറിയുന്ന മനസ്സാണ്. ഇന്ന് നാം നിശബ്ദരായാൽ നാളെ ആ നിശബ്ദത നമ്മെ തേടി വരും. ഇനി ഒരാളും ഇങ്ങനെ വീഴരുത്. ജീവിതം തിരഞ്ഞെടുക്കൂ, ഹിംസയെ അല്ല.